ഹലോ ഗൈസ്, കുറഞ്ഞ വിലയിൽ സ്റ്റൈലിഷ് ലുക്കും മികച്ച സൗണ്ട് ക്വാളിറ്റിയുമുള്ള ഒരു ഹെഡ്സെറ്റ് തിരികെയാണ് നിങ്ങൾ എങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. അപ്പം കമ്പനി നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ബോക്സിലാണ് ഇത് അയച്ചിട്ടുള്ളത്. അപ്പോൾ പാക്കിംഗ് ക്വാളിറ്റി മികച്ചതാണെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഒക്കെയാണ്. പിന്നെ ഈ പാക്കിങ്ങിനുള്ളിൽ നമുക്ക് ഹെഡ്ഫോണിന്റെ കൂടെ കിട്ടുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു USB Type-C ചാർജിങ് കേബിൾ വരുന്നുണ്ട്. അതേപോലെ നമുക്ക് അതിൽ ഓക്സ് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഓക്സ് കേബിൾ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരു യൂസർ മാനുവലും കമ്പനി ഒരു QR കോഡിന്റെ രൂപത്തിൽ അതിന്റെ കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ കംഫർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഓവർ ഹെഡ്സെറ്റ് ആണ്. 210 ഗ്രാം മാത്രമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സ്ട്രെസ് ഒന്നും ഫീൽ ചെയ്യുകയില്ല. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിലൊരു RGB ലൈറ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5.3 ആണ് ബ്ലൂടൂത്തിന്റെ വെർഷൻ ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടി കണക്ഷനും കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മൾട്ടി കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം നമുക്ക് 2 ഡിവൈസിലും കണക്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ലാപ്ടോപ്പോ മൊബൈലോ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ സമയം 2 ഡിവൈസും യൂസ് ചെയ്യാൻ പറ്റും. അതായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്ന മെയിൻ ഫീച്ചർ. കാരണം എൻ്റെ അടുത്ത് മുമ്പുണ്ടായിരുന്നത് JBLന്റെ ഒരു ഹെഡ്സെറ്റ് ആയിരുന്നു. അതിൽ എനിക്ക് ബാസും കമ്മിയായിട്ടായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ മൾട്ടി പോയിന്റ് ഉണ്ടായിരുന്നില്ല. അത് എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയ ഒരു ലൈഫായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് അത് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം 60 മണിക്കൂറാണ് കമ്പനി ഇതിന് ബാറ്ററി ലൈഫ് പറയുന്നത്. ഫുൾ വോളിയത്തിലാണെങ്കിൽ ഒരു 30 മണിക്കൂറൊക്കെ കിട്ടുമായിരിക്കും. എന്തായാലും ഞാൻ ഇത് വാങ്ങിയിട്ട് ഇതുവരെ ചാർജ് കുത്തിയിട്ടില്ല. ഞാനിപ്പോൾ വാങ്ങിയിട്ട് 1 മാസത്തോളമായി. ഞാൻ ദിവസവും 1-2 മണിക്കൂറുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന്റെ വരുന്ന RGB ലൈറ്റ് നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതായിട്ട് തന്നെ വരുന്നതാണ്. പിന്നെ ഇത് നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. അപ്പം ഇത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോളിയം അപ്പ് ആൻഡ് വോളിയം ഡൗൺ ബട്ടൺ ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒന്നിക്ക് ഓഫ് ചെയ്തിടാം അല്ലെങ്കിൽ ഓൺ ചെയ്തിടാം, അത് മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഇതിൽ വേറെ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ, പിന്നെ ടേൺ ഓഫ് ഓൺ ബട്ടൺ ഉണ്ട്. ഇതുവഴി നമുക്ക് പിന്നെ ഗൂഗിൾ അസിസ്റ്റന്റും സിരിയും കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ 3mm ചാക്ക് ഇവിടെയാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ 2 മൈക്ക് വരുന്നുണ്ട്. അതേപോലെ USB-C ടൈപ്പ് ചാർജറും ഇതിന് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ കുഷൻ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ വെളിയിൽ നിന്നുള്ള ഒരുപാട് സൗണ്ട് അത് ഒബ്സർവ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് അത് തരുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പം ഗൈസ്, അപ്പം നമുക്കിത് ലഭിച്ചിട്ടുള്ളത് 1300 റുപ്പീസിനാണ്. ആ റേഞ്ചിൽ ഇത്രയും ക്വാളിറ്റിയും ഇത്രയും ലുക്കുമുള്ള വേറൊരു ഹെഡ്സെറ്റ് നമുക്ക് കിട്ടാനില്ല. ഇതിന്റെ ലോയും മിഡും ഹൈയും ഒക്കെ നമുക്ക് നല്ല ഒരു ഇതാണ്. 40mm ഡ്രൈവറാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്യൂർ ക്വാളിറ്റിയുള്ള ഡ്രൈവറാണ് ഇതിൽ കമ്പനി കൊടുത്തിട്ടുള്ളത്. അതേപോലെ നല്ല ബാസാണ്. ഞാൻ മുമ്പ് ഉപയോഗിച്ച JBLനേക്കാളും നല്ല ബാസുള്ള ഒരു ഹെഡ്സെറ്റ് ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബാസുള്ള JBLന്റെ ഹെഡ്സെറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു ഹെഡ്സെറ്റിനെ പറ്റി എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായത്. അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങുമോ ഇല്ലയോ എന്ന് കമന്റ് ജസ്റ്റ് ചെയ്യുക. പിന്നെ ഇത്തരത്തിലുള്ള മറ്റു വീഡിയോകൾക്കായി പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഗൈസ്.